Fish on. Corner for me. Fish on. നമ്മുടെ വീസ് നമ്മുടെ നാലാമത്തെ വരാൽ അങ്ങനെ കയറി. ഒരു അരക്കിലോ ഉണ്ട് കേട്ടോ, അരക്കിലോ കിടന്നുണ്ട്, അരക്കിലോ ഉണ്ട് കൺഫേം ആയിട്ട്. നമ്മുടെ ഫ്രോഗ് നെറ്റെ കൊണ്ട് പൊട്ടിപ്പോയി. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇറങ്ങാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അടിച്ചു നമ്മുടെ V7 അടുത്ത വരാൽ. അങ്ങോട്ട് കയറാതൊരു വാട. നമ്മുടെ V7 അടുത്ത വരാൽ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫ്രോഗിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം ഞാൻ 1-2 ദിവസത്തെ ഫിഷിംഗ് വീഡിയോ നമ്മളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു വീഡിയോ. കാരണം ഇപ്പം വെള്ളം കയറി കിടക്കുന്ന സമയം അല്ലാത്തതുകൊണ്ട് നമുക്ക് മീനടിയൊക്കെ വളരെ ശോകമാണ്. എന്നാൽ പോലും നമ്മൾ നല്ല രീതിയിൽ 1-2 ദിവസം കൊണ്ട് മീൻ നമ്മൾ ശരിക്കും പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ 2 ദിവസം നമ്മൾ മീനെ പിടിക്കാൻ ഉപയോഗിച്ച ഫ്രോഗ് നമ്മുടെ ഹണ്ടറിൻ്റെ V7. റെഡ് കളറുണ്ട്, ഓറഞ്ച് ഉണ്ട്. ഈ സൈഡിൽ നമ്മൾ കൊടുത്തേക്കുന്ന കളേഴ്സെല്ലാം നമ്മുടെ അവൈലബിളാണ്. സാധനം അടിപൊളിയാണ്. സാധനം പൊങ്ങിക്കിടക്കുന്നുണ്ട്, താന്നു പോകുന്നതല്ല എന്ന് പ്രത്യേകം എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സാധനം നമ്മുടെ സ്റ്റോക്കാണ്. ഹണ്ടറിൻ്റെ V7 ആണിത്. ഇത് വരുന്നത് 7 ഗ്രാമാണ്. അടിപൊളി എന്ന് വെച്ചാൽ ആക്ഷനൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി. ഇതിൻ്റെ സ്പിന്നറൊക്കെ കണ്ടോ വേറൊരു ലെവലാണ്. അപ്പം ഇത് വെച്ചുള്ളൊരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ ഫിഷിങ്ങിനോട് കേട്ടോ. ഇവിടെ കുറച്ച് തെളിവുണ്ട്, ഇവിടെ കൂടെ നോക്കാം. ഫിഷ് ഓൺ. കുഴപ്പമില്ല. നമ്മുടെ V7 നമ്മുടെ രണ്ടാമത്തെ വരാൽ ഇന്നത്തെ. ചെറുതാട്ടോ, ചെറുതാണേലും ചെറുതല്ല, കുറച്ച് മെഗഡങ്ങളിൽ സ്വല്പം വലുതാട്ടോ. നമുക്ക് പിന്നെ എടുക്കാം. നല്ല നീല കളർ നമ്മുടെ V7 ഇന്നത്തെ രണ്ടാമത്തെ വരാൽ. ഓക്കെ, ഏരിയ ഒന്നുമില്ല നമുക്ക് ഒന്നത്തെ കാര്യം അടിക്കാൻ പൊതുവേ. അതാണ് മെയിൻ പ്രശ്നം. തോണ്ടാ പൊങ്ങിയിരിക്കുന്നു, പൊങ്ങി. ഫിഷ് ഓൺ.
ഓട്ടോ 5-6 പൊങ്ങിയിപ്പോണ്ട് ഇവിടെ. ആ നമ്മുടെ ഈ സമയമല്ലേ ഫസ്റ്റ് വരാല് ഇന്ന് ദിവസത്തെ. ഡാമേജ് ഉണ്ട്, ചാവും. ഇങ്ങോട്ടോ എടാ, നീ എൻ്റെ ബായോടെ ഇങ്ങോട്ടോ, ഇങ്ങോട്ട് നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് ചൊട്ട വരാൽ. ഇവനെ എടുത്തേക്കാം ഇടാ, ഇവനെ കൊല്ലിക്കാൻ തിട്ടേ. അവന്മാരിങ്ങോട്ട് തിരിഞ്ഞു വരുമോ? നിൽക്കാൻ പറ്റുമോ? ഇഷോ നമ്മുടെ V7 നമ്മുടെ അടുത്ത ദിവസത്തെ വൈകുന്നേരത്തെ വരാൽ. V7 ഒരു 1/4 കിലോ ഉണ്ട് കേട്ടോ, നല്ല നാടൻ വരാൽ. എടുത്തിട്ടാ ഇറാ. നമ്മുടെ V7 ഒരു ഗ്രീനാണ് കേട്ടോ. ഇത് ഗ്രീനും യെല്ലോയും കൂടെ മിക്സായിട്ട്, യെല്ലോ മുകളിലൊരു ഡോട്ട് വരുന്നത്. ചെറുതാ, ചെറിയ വരാലല്ലേ, വരാൽ എടുത്ത കളയണ്ട. വിയറ്റ്നാം നാടനല്ല, വരുത്തന. നമ്മുടെ V7 ചെറിയ വരാൽ. ഷോൺ ഇടത്തരം കേട്ടോ, പിന്നെ പവർ നാടൻ വരാലുണ്ട്, നാടൻ. നമ്മുടെ ഈ V7 അടുത്ത ദിവസം രണ്ടാമത്തെ വരാൽ. അല്ല ഫസ്റ്റ് വരാൽ നല്ല ഉണ്ടോ, കറുത്തിരിക്കുന്നുണ്ട്, കറുത്ത വരാൽ. ഓ നല്ല അടിപൊളി കറുത്ത്. നമ്മുടെ V7. അപ്പോൾ ഇതിനെ എടുക്കട്ടെ. V7 എൻ്റെ പൊന്നോ, ഇത്രയും ചെറിയ വരാൽ നോക്കിക്കണം. ഇത്രയും ചെറിയ വരാൽ, ഇത്രയും വലിയ ഫ്രോഗിൽ, അത് ഹുക്കപ്പ്, ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നോ, V7 ഒരു കാര്യം. V7 കാര്യം മാത്രമല്ല കേട്ടോ, മീൻ്റെയും കാര്യം. പതപ്പിച്ചു വിടും. പോകല്ലേ. പോയില്ല. ഇന്ന് ഇന്നാൾ ഇതുപോലെ പോയത്. ശേടാ fish on.
നമ്മുടെ V7 റെഡ് കളർ കാണിക്കാം. നമ്മുടെ V7 റെഡ് കളറാണ് എടുത്തേക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഒരു 1/2 കിലോ ഒക്കെ എടുത്തുണ്ട്. അപ്പം നമുക്ക് അവനെ മാറ്റാം. കഴിഞ്ഞ ദിവസം നമ്മൾ പച്ചക്കകത്ത് കുറച്ച് മീൻ പിടിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ റെഡും കൂടെ നമ്മൾ എടുത്താണ്. ഇതിലും കുറച്ച് മീൻ കിട്ടാൻ നമുക്ക് നോക്കാം. കുഴപ്പമില്ല, രാവിലെ തന്നെ നല്ലതും കിട്ടി. ഒരെണ്ണം പോയി, അത് ഉടക്കി പോയി. അവിടെ നിന്ന് എപ്പോൾ അടിച്ചാലും എനിക്ക് മീൻ മിസ്സാവും. അതാണ് പ്രത്യേകത എനിക്ക് അവിടുത്തെ. പോകല്ലേ. V7 ഇന്നത്തെ രണ്ടാമത്തെ വരാൽ. ഇതൊരു 1/2 കിലോ മേളുണ്ട് കേട്ടോ. പണ്ട് ഇതുപോലൊരു തവണ കുടഞ്ഞതാണ്, ഊരിപ്പോയത്. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല, പിന്നെ കൊല്ലിയിലോട്ട് മാറ്റാം. ഫ്രോഗ് ദേ കുരുക്കി തന്ന മണ്ടൻ മൈ കുണാപ്പൻ കുരുക്കി. എൻ്റെ ഫ്രോഗ് ശരിക്കും കുരുക്കിതേ. ഇനി അഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്തായാലും 2 എണ്ണം കിട്ടി. ഒന്നാമത്തെ കാര്യം വെള്ളമേ ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വെള്ളമൊന്നും സാധനമില്ല. ഒന്നാമത്തെ കാര്യം സ്റ്റിക്കടിക്കാരൊക്കെ ഇവിടെ ഡെയിലി സ്റ്റിക്കടിക്കാർ, രാവിലെ വൈകിട്ടും എല്ലാം. ചിലരുണ്ടെല്ലാം അടിച്ച് പറപ്പിക്കും. ഈ വലിയ ഫ്രോഗ് ഇട്ട് അവർക്കും കിട്ടരുത് നമുക്കും കിട്ടില്ല എന്നുള്ള രീതി വന്ന് കുറേ അടിച്ച് നശിപ്പിക്കുന്നതിനുണ്ട്. ഇതല്ല അടിച്ചത് അവിടുത്തെ, ഇതല്ല അടിച്ചേ. ഇത് ചൊട്ട. പക്ഷേ മറ്റേതടിച്ചത് ഇവനല്ല, മറ്റേതല്ല. നമ്മൾ അപ്പർ സൈഡിൽ നിന്ന് നല്ലത്. നമ്മുടെ വൈകുന്നേരത്തെ രണ്ടാമത്തെ വരാൽ. ആദ്യത്തെ വരാലിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഞൊട്ട വരാൽ എടുക്കാം. നമ്മുടെ അതല്ല, അത് ഇതുവഴിയിലൊക്കെ അല്ലേ പോയി. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, വേണ്ട. അവനെ തന്ത്രപരമായിട്ട് വിട്ടു. എടുത്ത് നിലത്തടിക്കാനുള്ള മനസ്സ് എനിക്കുള്ളതിന് നില അല്ല നില അല്ല നിലത്ത് നടത്തിയാൽ എന്ത് ചെയ്യും? അല്ല അത്രയും മനസ്സുള്ളതാണ്. നിലയ്ക്ക് ഇങ്ങനെ തല്ലി അല്ല ഉയ്യോ, അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു. എനിക്കുള്ള വരാല നിക്ക്. ഓ കുടുങ്ങി. അതെ, ഇവിടെ കുടുങ്ങി. മീനുണ്ട്, വലുത്, വലിയ സൈസ്. നോക്കി ഇങ്ങി വാ, ഇങ്ങോട്ട് വന്ന് നോക്കതേ. നീ തിരിച്ചിട്. ഇല്ലില്ല, തിരിക്കാൻ പറ്റില്ല, കുരുങ്ങി. ഫ്രോഗ് അവിടെ കുരുങ്ങരുത്. തിരിച്ചിട്. ചെറുത 1 കിലോ ഉണ്ട്. 1 കിലോ എനിക്ക് വേണം അവന്. എനിക്ക് ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓൺ വോയിസ് ചെയ്യുവാണ്. കാരണം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ മീനെ നമ്മുടെ ഒരു ചേട്ടനെ ഇറങ്ങി എടുക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ഷോട്ടൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആ ഒരു വരാൽ തന്നെ ഒരു 1.5 കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇറങ്ങി എടുത്ത ചേട്ടനെ മീൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തിടെ നമ്മളെ V7 ഓറഞ്ച് കളർ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതോടെയുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് എല്ലാത്തിനകത്തും. അന്ന് നേരം വെളുക്കുന്നേ ഉള്ളൂ. ഇപ്പം 6:30
ആ എന്നാൽ പോലും നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് കുറ്റിയൊക്കെ ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കാല് പോകും. നേരം വെളുക്കുന്നേ ഉള്ളൂ. ഇവിടെ ശരിക്കും കേട്ടോ, സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിഷ് ഓൺ ഫിഷ് ഓൺ. പോകല്ലേ 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 പോകല്ലേ. കാരണം ഭയങ്കര റിസ്ക്കാണ് ഇവിടെയൊക്കെ. പെട്ടെന്ന് വലിച്ചെടുക്കണം. നമ്മുടെ V7 ഓറഞ്ചിലെ രാവിലത്തെ വരാൽ നാടനല്ല, വിയറ്റ്നാം വരാലാണ്. ഇവനെ അധികം സമയം കളയാതെ നമ്മുടെ കൊല്ലിയിലോട്ട് നിക്ഷേപിക്കാം. പടുപണ്ടാരം ചാക്ക ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഗ്രിപ്പർ ഗ്രിപ്പർ നമ്മുടെ ഫ്രോഗ് പഴയ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. വലിയ തണുപ്പില്ല ഇന്ന് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, തണുപ്പുണ്ട്. ഫിഷ് ഓൺ പോകല്ലേ പോകല്ലേ പോകല്ലേ. ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക്. മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ അന്നേരം എടുത്തേക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ നേരെ എവിടെയും കൊണ്ട് ഉടക്കും ഇവിടുത്തെ മീനുകൾ. നമ്മുടെ V7 ഓറഞ്ച് കളറിലെ ഇന്ന് ദിവസം രണ്ടാമത്തെ വരാൽ വിയറ്റ്നാം കേട്ടോ. ഇതെല്ലാം പിന്നെ എടുക്കാം. ഒരു കാക്കിലല്ല 100 ഗ്രാമിന് എടുത്തുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അവിടെ കറക്റ്റ് കയറിയത്. ഓക്കെ, നമുക്ക് തന്നെ മാറ്റാം. ഫിഷ് ഓൺ ഇട്ടപ്പം തന്നെ കയറി അടിച്ചു, മിസ്സാകാതെ. എൻ്റെ പൊന്നോ, ജൈൻറ്റ്. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാനേ നിവർത്തിയുള്ളൂ എനിക്കിവിടെ. ഇല്ലെങ്കിലുണ്ടല്ലോ പണി പാളും നമുക്ക്. ഉണ്ടോ, അടിപൊളി ജൈൻറ്റ്. കാണിക്കാം. അതെ, മൂന്നാമത്തെ നമ്മുടെ ഒരാൾ 3/4 കിലോ ജൈൻറ്റ്. കാരണം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാനേ എനിക്ക് മാർഗ്ഗമുള്ളൂ, ഒരു രക്ഷയില്ലല്ലാതെ. കാരണം ഇവിടെ ഇങ്ങനെ കെട്ടി അടച്ച് കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ രക്ഷയുള്ളൂ. ഉണ്ടോ, ജൈൻറ്റ് വരാൽ. നമ്മുടെ V7 ഓറഞ്ചിലടിച്ചത് ജൈൻറ്റ് അല്ലേ. ആഹാ, പട്ടാന്ന് പറഞ്ഞാൽ ഞാൻ അതേ ലിഫ്റ്റ് ചെയ്ത് കയറ്റിയോ, പൊക്കി എറിയുമായിരുന്നു. പോട്ടെന്ന് വിചാരിച്ച്. ഈ ലൈൻ കമ്പിയിൽ ഇന്നലെ നമ്മുടെ സ്റ്റിക്ക് കൊണ്ടിട്ട് നമ്മുടെ ഫ്രോഗല്ലേ അവിടെ കരിഞ്ഞിരിപ്പുണ്ട്. എനിക്കും ചെറുതായിട്ട് കൈക്ക് ചെറിയൊരടി കിട്ടി. അങ്ങനെ അടി കിട്ടിയെന്ന് എനിക്കൊരു പിടിയില്ല. ചിലപ്പോൾ പുറത്ത് വെള്ളോട്ട് കയറി അടിച്ചായിരിക്കും. ചെറിയൊരടി കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ കയറിയുമ്പോൾ അതിനെ സൂക്ഷിക്കണം നമ്മൾ. വളരെ ഡേഞ്ചറാണ്, ഡേഞ്ചർ പോലെ. ഫിഷ് ഓൺ. ഇതിനി നമുക്കിവിടെ കരയ്ക്ക് കയറ്റുന്നതാണ്. ടാസ്കലു. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ V7 ഓറഞ്ചിലെ 4ാമത്തെ വരാൽ വിജയശ്രീലാടനായിട്ട് ഞാനവനെ ബാഗിലാക്കി. നമ്മുടെ 4ാമത്തെ വരാൽ അങ്ങനെ കയറി. ഓക്കെ, നോക്കാം എന്തെങ്കിലും അടിക്കുമോ. അടിക്കുന്നതൊക്കെ ഭയങ്കര
അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ കമ്പ് കുരുങ്ങിയെന്ന് വിചാരിച്ച് ഞാൻ അതുവഴി അങ്ങ് വായിച്ചത്. പോകരുതേ 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 മോനെ 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 മോനെ. യെസ് എസ് 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 എസ്. നമ്മുടെ V7 ഓറഞ്ചിലെ 5ാമത്തെ വരാൽ. ഓക്കെ, ഹുക്ക് റിമൂവർ എടുക്കും. ഒരു 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ ഒക്കെ എടുത്തുണ്ട്. 1/2 കിലോ ഉണ്ട്, 1/2 കിലോ ഉണ്ട് കൺഫേം ആയിട്ട്. വിയറ്റ്നാം വരാല്ലോ കേട്ടോ, വിയറ്റ്നാം. ബാഗിലോട്ടാക്കാം, വെറുതെ കളയുന്നില്ല. നമ്മുടെ ഫ്രോഗ് നെറ്റെ കൊണ്ട് പൊട്ടിപ്പോയി. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഇറങ്ങാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രീൻ കളർ ഇതങ്ങോട്ട് എടുക്കാൻ തൽക്കാലം. പക്ഷേ ഇത് ചെയ്യാൻ നൂല് പിഞ്ചി ഇരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇത് വെച്ച് നോക്കാം, മാക്സിമം കുറച്ച് നേരം അടിച്ച് നോക്കാം, എന്നിട്ടും കയറാം. ഇത് വെച്ച് ചെയ്യാൻ കറക്റ്റ് അതേ വന്ന് ഒന്നാമത്തെ കാര്യം ഇത് വലിച്ച് കയറ്റാൻ പറ്റത്തില്ല. ഫുള്ളിങ്ങനെ നെറ്റ് കിടക്കുന്നതുകൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും പൊട്ടത്തേ ഉള്ളൂ. അത് 100% ഷുവറാണ്. ഓക്കെ, ഇവനെ നോക്കാം. ഇവനെ വല്ലതും അടിക്കുമോ ഇനി? പക്ഷേ ഭയങ്കരമായിപ്പോയി. ശരിക്കും അതിനെ എടുക്കുമെന്ന് അറിയത്തില്ല. അടിച്ചു. ഇങ്ങനെ പൊക്കിയെടുക്കാനേ നിവർത്തിയുള്ളൂ, അല്ലെങ്കിലേ എല്ലായിടം കുരുങ്ങി പറയും. നമ്മുടെ V7 അടുത്ത ഒരാൾ. കൊണ്ടാല് ഫുള്ളങ്ങ് പോവും. അങ്ങോട്ട് കയറാതെ വാടാ, അങ്ങോട്ട്. അവിടെ തന്നെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് കയറാതെ വാ. കണ്ടോ, വല കണ്ടോ, അവിടെ പൊട്ടിക്കിടന്നുകൊണ്ട് ഇനി വന്ന് നമ്മുടെ V7 അടുത്ത ഒരാൾ. ഒരു 100 ഗ്രാം ഉണ്ട്. എന്താ കാര്യമാണോ? ചെറുതാ. അല്ല, വരാല. വരാലടിക്കത്തുള്ളൂ ഇതിനകത്ത്. പിന്നെ വിട്ടേക്കാം. ചെറുതാ എടുക്കുന്നില്ല. ഇല്ല, ചെറുത പെടയാതെ നിന്നെ വിടാം. ജീവിക്കും, കുഴപ്പമില്ല, വലിയ പരിക്കില്ല, അതുകൊണ്ട് ജീവിക്കും. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഫിഷിങ് നമ്മൾ V7 വെച്ചിട്ടുള്ള ഫിഷിങ് നമ്മളിത് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇന്ന് നമുക്ക് 6 വരാൽ 6 7 വരാൽ കിട്ടി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തത്.
V7 കുഴപ്പമില്ല, നൈസാണ്. എല്ലാ കളേഴ്സിലും നമുക്ക് മീൻ അടിക്കുന്നുണ്ട്. അപ്പോൾ V7 ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡേ നമുക്ക് വേറൊരു ഹണ്ടറിൻ്റെ ഒരു മോഡലുമായിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പം നെക്സ്റ്റ് ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മച്ചാന്മാർക്കും ടാറ്റാ.